ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്താ വിശേഷം? സുഖമല്ലേ? എന്നാൽ നമുക്ക് മന്തി ഉണ്ടാക്കിയാലോ? കുറേ ആയിട്ടോ മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട്. ആദ്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മന്തി ഉണ്ടാക്കുമായിരുന്നു. ഒരു 5-6 വർഷം മുന്നേ ഞാൻ മന്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഇവിടുത്തെ കേട്ടോ. അപ്പം ഞാൻ അരി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്, ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ മസാല തേക്കാനുള്ളതാണ്. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചെറിയ ജീരകമാണ് കേട്ടോ അതിൻ്റെ മെയിൻ ഘടകമാണ്. ചെറിയ ജീരകം മസ്റ്റാണ്. അതൊരു പിടി വലിയ 2 ടേബിൾ സ്പൂൺ, വലിയ 2 ടേബിൾ സ്പൂൺ ഇടാം. പിന്നെ ഉപ്പ്, സുർക്ക, അതാണ് മെയിനായിട്ട് ഞാൻ പിന്നെ ഇതിലേക്ക് കായം ചേർക്കുന്നത് കേട്ടോ. ഞാൻ സാധാരണ കളർ ചേർക്കാറുണ്ട്, ചെറുങ്ങനെ കുറച്ചെങ്കിലും ചേർക്കാറുണ്ട്. പക്ഷേ ഇവിടെ ആർക്കും കളർ ഇഷ്ടമല്ല, അമ്മച്ചി ചീത്ത പറയും. വാങ്ങുന്ന മന്തിയൊക്കെ കളറും കൂട്ടി കഴിക്കും, വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നെങ്കിലും കളർ ഇടാണെന്നൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ കളർ ചേർത്തിട്ടില്ല, ഇവിടെ കളറും ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ മാത്രമേ ഉണ്ടാവുള്ളൂ, ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിത് നന്നായിട്ട് 2 കിലോനാണ് കേട്ടോ ഞങ്ങൾ ചിക്കനും പിന്നെ അരിയും 2 കിലോ ആണ് കേട്ടോ മേടിച്ചത്. ഇവിടെ ചെറിയൊരു വിരുന്നുകാരുണ്ട്, അപ്പോൾ അവർക്കും അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണേ. അപ്പോൾ അതാ ഞാൻ അരി അടുപ്പത്ത് വെച്ചു, ഇത് തിളപ്പിച്ച് ഊറ്റണം. അപ്പം അരി ഇട്ടു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഓരോന്നിടാൻ തിളക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് വലിയ ജീരകം, കുരുമുളക്, പട്ട, പൂവ്, പച്ചമുളക്, പിന്നെ പച്ചമല്ലി, അതൊക്കെയാണ്. ഇതിൽ ഞാൻ കുരുമുളക് എടുക്കാൻ മറന്ന് പോയിട്ടുണ്ട് കേട്ടോ, രണ്ടാമതേ കുരുമുളക് ഇട്ടതാണ്. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചോറ് വേവാൻ ഇത് അടച്ച് വെക്കാം കേട്ടോ. തിളച്ചിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഞാൻ തിളക്കാനായപ്പോൾ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചാൽ നമുക്ക് വേറെ പണി നോക്കാമല്ലോ. അപ്പോൾ ഇത് നല്ല ഇട്ടിട്ട് ഇളക്കി നോക്കി. ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാ കുരുമുളക് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ഇടാൻ. ഉപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് അതിനുള്ള പിന്നെ തൂമും നമ്മളെ മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണ്ടേ. ഇത് ഈ മുളക് ചമ്മന്തി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അതിന് ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചു, അതിൽ വറ്റൽമുളക് ഇട്ട് വറ്റൽമുളകെല്ലാം ഒന്ന് വാട്ടിയെടുത്തിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ചിലർ ഇതിൽ ചെറിയ ഉള്ളി ഇടാറില്ല, ഞാൻ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി രണ്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിലവർ ഇതിൽ പുളി ചേർക്കും, ഞാൻ പുളിൻ്റെ പകരം സുർക്കയാണ് ചേർത്തത്. ഏത് ചേർത്താലും മതി, ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ അത് ഞാൻ വറ്റൽമുളക് നമുക്ക് എത്ര അളവ് വേണ്ട അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇവിടെ ഞങ്ങൾ 10 ആളുണ്ട്, അപ്പോൾ അതിനുള്ളത്. പിന്നെ നമ്മൾ അച്ചാർ പോലെ തൊട്ട് കൂട്ടാനും എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇതാ നല്ലോണം ആയി. ഇതിൽ ഞാൻ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റിയിട്ട് എടുത്തിട്ട് നമ്മൾ ഒന്ന് ചൂടാറിയിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കും കേട്ടോ. ഇതെല്ലാം കൂടി മാറ്റി വെച്ചിട്ടുണ്ട്, ചൂടാറാൻ വെച്ചതാണ്. പിന്നെ അതാ ചോറ് ഊറ്റിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടെ ചിക്കൻ വെക്കണം ചെമ്പിൽ. പിന്നെ ചിക്കൻ എത്രത്തോളം നേരം പുരട്ടി വെക്കാൻ പറ്റുമോ അത്രത്തോളം പുരട്ടി വെക്കുക. 1 മണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ ഒരു അരമണിക്കൂറിൻ്റെ അടുത്തേ വെച്ചിട്ടുള്ളൂ. അധികം നേരം വെച്ചാൽ നല്ലോണം സോഫ്റ്റായി കിട്ടും. നമ്മൾ മന്തിൻ്റെ ചിക്കൻ കണ്ടിട്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ വിട്ടു പോരുന്നത്. അങ്ങനെ തോനെ നേരം വെച്ചാൽ നല്ല സോഫ്റ്റാവും. അപ്പം എന്നത് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ അത്രത്തോളം വെക്കുന്ന അത്രത്തോളം ടേസ്റ്റും ആവും, സോഫ്റ്റും ആവും. അപ്പോൾ മാക്സിമം വെക്കാൻ കഴിയുന്നവർ അത്ര തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ ചോറ് ഊറ്റി പിന്നെ ചിക്കന് ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഇതിൽ നമ്മൾ പരത്തി വെച്ചാൽ കൊള്ളില്ല, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പൊരിക്കുന്നത്. നമ്മൾ മന്തിയും ഫ്രൈഡ് റൈസൊക്കെ സൺഫ്ലവർ ഓയിലാണല്ലോ ഉപയോഗിക്കുക. അത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടാറി ഇത് നമ്മൾ അടിക്കുകയാണ്. അപ്പോൾ ഇത് പൊരിച്ച വെളിച്ചെണ്ണയും കൂടി ഞാൻ അതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കല്ലുപ്പ്, പിന്നെ ശർക്കരപ്പാനി, സുർക്ക ഇതും ചേർക്കുന്നുണ്ട്. ഇത് പിന്നെ മധുരവും ഉപ്പും പുളിയും കൂടി കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സ്പൈസിയാണ് കേട്ടോ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ആദ്യമൊക്കെ മന്തിക്ക് ഇങ്ങനെ കിട്ടലുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ കിട്ടാറില്ല. ഇത് ചില സ്ഥലത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കുക, അതൊരൊന്ന് ഉണ്ടാക്കി നോക്കുക. മന്തിക്കെല്ലാം നമുക്ക് ചോറിനും നല്ല ടേസ്റ്റാണ്. മന്തിക്ക് ആയിട്ട് പ്രത്യേകമാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ.
പക്ഷേ അച്ചാർ പോലെ കൂട്ടാനും നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉണ്ടാവുക. പിന്നെ ഞാനിത് നല്ല എരിവുള്ള സാധനമാണല്ലോ, അപ്പോൾ നമ്മൾ മധുരം ഉണ്ടായാലും അതിൻ്റെ എരിവ് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതായി മുട്ട ഞാൻ എന്തിനാണ് പൊരിച്ചതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ മന്തിക്ക് നമ്മൾ മഞ്ഞ കളർ ആക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പാലെടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടി കലക്കി വെക്കുക. അത് നമ്മൾ മന്തി പിന്നെ ദമ്മിടുമല്ലോ, ചോറ് വന്നിട്ട് ദമ്മിടുമ്പോൾ അതിൽ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ മഞ്ഞ കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഏകദേശം ആയി. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ചോറ് ഇട്ട് കൊടുക്കുകയാണ്. ചോറ് ഫുൾ വേവ് ആവണ്ട. പിന്നെ ഫുൾ വേവ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് പിന്നെ ദമ്മിട്ട് അപ്പം തന്നെ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പം ഒരു മുക്കാലിലധികം, നല്ല വന്നിട്ടില്ല, ഒരു മുക്കാൽ എന്തായാലും ആയിട്ടുണ്ട് ചോറ്. അപ്പോൾ അത് ചോറ് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഈ ചിക്കനിൽ മാഗിൻ്റെ ക്യൂബ് ഇട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തോന്നും അറിയില്ല, പോസൊന്നും എനിക്കത് ഓണാവാത്തതെന്തോ അറിയില്ല, അതിൽ കാണിക്കുന്നില്ല. അപ്പോൾ മാഗിൻ്റെ ക്യൂബ് ഞാൻ 2 എണ്ണമാണ് മേടിച്ചത്. ചിക്കനിൽ 2 എണ്ണം അല്ല, ചിക്കനിൽ ഒരു കട്ടയിൽ ഒരു പാക്കറ്റിൽ 2 എണ്ണം ഉണ്ടാവുമല്ലോ. ചിക്കനിൽ ഒരു പാക്കറ്റും ചോറിലൊരു പാക്കറ്റും അങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ടോട്ടൽ 4 കട്ട, 2 കട്ട ആണ് മേടിച്ചത്. ഒന്നിൽ 2 കട്ട ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ 2 മാഗി ക്യൂബും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ചോറിലും ചിക്കനിലും കൂടി 2 കിലോയാണ് കേട്ടോ പിന്നെ അരിയും ചിക്കനും ഉള്ളത്. 1 കിലോനൊക്കെ വെക്കുന്നവർക്ക് 1 കട്ട മതി. അപ്പോൾ ഞാൻ അത് വീഡിയോ ഇതിൽ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ മാഗിൻ്റെ ക്യൂബുണ്ട്, ഞാനത് അതിൽ പറഞ്ഞിട്ടില്ല, അപ്പോൾ അതും കൂടി മേടിച്ചിടണേ. അപ്പോൾ അതാ ചോറ് കുറച്ചിട്ടിട്ട് നമ്മൾ മാഗിൻ്റെ 1 ക്യൂബ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇട്ടിട്ട് മുകളിൽ മറ്റേ ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ചോറിട്ട് കഴിയാനായി. അപ്പോൾ ഞാൻ ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചിരട്ട നമുക്ക് പിന്നെ നമ്മൾ ഓയിലിൽ ചിരട്ട വെച്ചിട്ട് പുക കയറ്റുമല്ലോ, പുക അതിൻ്റെ സ്മെല്ലുണ്ടാകാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ചിരട്ട കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണ്. ഇതാ ചിരട്ടക്ക് തീ പിടിച്ചിട്ടുണ്ട്. ഞാൻ പാത്രത്തിൽ ഇത്തിരി ഓയിലെടുത്തിട്ട് അതിൽ ചിരട്ട ഇട്ട് കൊടുത്താണ്. നമ്മൾ അതിൻ്റെ പുക വരുമ്പോഴാണല്ലോ മന്തിൻ്റെ ആ സ്മെല്ലും കൂടി ഉണ്ടാവുക. അപ്പോൾ അത് ആ ചിരട്ട നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. അപ്പോൾ അങ്ങനെ ചോറ് റെഡിയായി. അപ്പോൾ അത് നമ്മൾ ദമ്മിട്ട് ഇതാ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്തതാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴെയാണല്ലോ ചിക്കൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ചോറ് വേറെ ചെമ്പിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ചിക്കൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചോറ് ഇതിലോട്ട് തന്നെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യും. അപ്പോഴാണ് നമ്മൾ ആ ചിക്കൻ്റെ ടേസ്റ്റും അതിൻ്റെ ചെറുങ്ങനെ അതിൻ്റെ ഓയിലും ഇതൊക്കെ ഉണ്ടാവും. അതിൽ നല്ലോണം മിക്സ് ചെയ്യുമ്പോഴാണ് മന്തിൻ്റെ ആ നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മൾ ചോറ് മാറ്റിയിട്ട് ചിക്കൻ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വേറെ ഇതിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ മന്തി ഉണ്ടാക്കാത്തവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക, അതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ കേട്ടോ. എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചിക്കന് വേറെ ഇതിലോട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ചിക്കനും മാറ്റി നമ്മൾ ചോറ് അതിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നെച്ചുനെ വിളിച്ചിട്ട് നെച്ചു വരാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു കയ്യിലെ ഫോണും മറ്റേ കൈ കൊണ്ട് ഇളക്കുകയാണ് കേട്ടോ. അതാണ് ഇതിൽ ആവി വരുന്നതിൻ്റെ ക്യാമറയിൽ ഇതായിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ആരെങ്കിലും ആണുങ്ങളുണ്ടെങ്കിൽ ഓരെ വിളിച്ചാൽ ഓല് അടിപൊളിയാക്കി മിക്സാക്കി തരും, വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ ചിന്നു വന്നു, അവൾ മിക്സാക്കി നന്നായിട്ട് മിക്സാക്കി തന്നു. അപ്പോൾ ഇതാ നമ്മളെ ചോറും പിന്നെ എല്ലാം റെഡിയായി. ഇതിൽ ഞാൻ പിന്നെ തൂമുണ്ടാക്കുന്ന വീഡിയോ ഇതിൽ ചേർത്തിട്ടില്ല. അതും കൂടി ചേർത്ത വീഡിയോ നല്ലോണം ലെങ്തായി പോകുമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. വേണമെന്നുള്ളത് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഇതാ ടേബിളിൽ എല്ലാം റെഡിയായി. അപ്പോൾ വന്നോളി നമുക്ക് കഴിക്കുക. ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. താങ്ക് യു.